അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷാ പഠിതാക്കളെ, കഴിഞ്ഞ 2 ക്ലസ്റ്ററുകളിലൂടെയായി നമ്മൾ മനസ്സിലാക്കിയത് സൂറ അൽ അൻആമിലെ ആദ്യത്തെ 16 വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ചർച്ചകൾ 17 മുതലുള്ള ആയത്തുകളെ സംബന്ധിച്ചാണ്. ആദ്യം ആയത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير. ഈ ആയത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം ഒന്ന് നോക്കാം. വഇയംസസ്ക, നിന്നെ ബാധിപ്പിക്കുകയാണെങ്കിൽ. ആര്? അള്ളാഹു. സാക്ഷാൽ പടച്ചവൻ നിനക്ക് നൽകുകയാണെങ്കിൽ, നിന്നെ ബാധിപ്പിക്കുകയാണെങ്കിൽ. ബിളുരിനെന്ത്? ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു ഉപദ്രവം. ഫലാ കാശിഫ ലഹു, അതിനെ നീക്കുന്നവനായിട്ട് അപ്പോൾ ആരുമില്ല. ഇല്ലാഹുവ, അവനല്ലാതെ. അള്ളാഹ്ക്ക് മാത്രമേ തീരുമാനിച്ചൊരു കാര്യത്തെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. അത് തിന്മയാണെങ്കിൽ, ഉപദ്രവമായിട്ടുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ. തൊട്ടടുത്ത് പറയണത് എന്താ? വൈ എംസസ്ക ബിഹൈരിൻ, ഒരു നല്ല കാര്യമാണ്, ഗുണമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഫഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അപ്പോൾ അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് എന്ന് പറഞ്ഞാൽ, ആ ഗുണമാണെങ്കിലും വേറൊരാൾ വിചാരിച്ചാൽ ആ ഗുണത്തെ തട്ടിമാറ്റാനും കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഉപദ്രവത്തെ നീക്കം ചെയ്യാനും കഴിയില്ല, ഒരു ഗുണത്തെ തട്ടി മാറ്റാനും ഒന്നിനും കഴിയില്ല. സാക്ഷാൽ പടച്ച റബ്ബ് മാത്രമാണ് വളരെ കൃത്യമായി എല്ലാ കാര്യത്തിൻ്റെയും അധികാരി. പരമാധികാരി പടച്ചവനാണ്. മറ്റുള്ള പലർക്കും ചില അധികാരങ്ങളൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. നമ്മൾക്കൊക്കെ ഉള്ള അധികാരങ്ങൾ ആപേക്ഷികമാണ്, നാമമാത്രമാണ്, അതല്ലെങ്കിൽ താൽക്കാലികമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മുൽക്ക് കൊടുക്കുന്നു. ഡയറക്റ്റ് ആയത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. പല വചനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ മുൽക്കിനെ പറ്റിയിട്ടൊക്കെ. ശരിക്കുള്ള മുൽക്ക്, അൽ മുൽക്ക് ആരെ കയ്യിലാണ്? അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്, അവനാണ് പടച്ചവൻ, അവൻ തബാറക്കയാണ്. അതൊക്കെ സൂറ മുൽക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഏതായിരുന്നാലും 18-ാമത്തെ ആയത്ത് നോക്കൂ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി വഹുവൽ ഹകീമുൽ ഖബീർ, അവനാണ് സർവ അധികാരി. അൽ ഖാഹിർ എന്ന് പറഞ്ഞാൽ സർവ അധികാരി. ഫൗഖ ഇബാദിഹി, അബ്ദുൻ ജംഅ ഇബാദ്, അവൻ്റെ അടിമകളുടെ മേൽ. ഫൗഖ, മുകളിൽ. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ ഹക്കീമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിമാനാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പടച്ചവൻ്റെ കയ്യിലാണ് എല്ലാ അധികാരവും ഉള്ളത്. സൃഷ്ടികളുടെ എല്ലാ അധികാരങ്ങളും ആപേക്ഷികമാണ്. അപ്പോൾ പടച്ചവൻ്റെ കയ്യിലാണ് അധികാരം ശരിക്കും ഉള്ളത്. ആ അധികാരത്തിന് പ്രത്യേകത എന്താണ്? അതിന് പരിമിതികളോ പരിധിയോ ഉപാധിയോ ഒന്നുമില്ല. 19-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദതൻ ഖുലില്ലാഹ് ഖുലില്ലാഹു ഷഹീദും ബൈനി വബൈനകും വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഉൻദിറകും ബിഹി വമൻ ബലഗ് അഇന്നകും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹതൻ ഉഖ്റാ ഖുൽ ലാ അശ്ഹദു ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ വഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ. ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, നബിയെ പറഞ്ഞു കൊടുക്കണം. ഈ സൂറത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച ഭാഗങ്ങളാണ്. കാലു, കുൽ എന്നൊക്കെ ഉള്ളത് ഒരുപാട് പ്രയോഗങ്ങൾ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത്. കുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്. അയ്യു ഷൈഇൻ, ഏതൊരു വസ്തുവാണ് അക്ബർ, ഏറ്റവും വലുത്. കബീറിൻ്റെ ഇസ്മു തഫ്ദീലാണ് അക്ബർ എന്നുള്ളത്. ഏറ്റവും വലുത്. കബീർ എന്ന് പറഞ്ഞാൽ തന്നെ വലുത്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. ഷഹാദത്തൻ, സാക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏത് വസ്തുവാണ് ഏറ്റവും വലിയത്? സാക്ഷ്യത്തിൽ വെച്ചിട്ട് ഏറ്റവും വലുത് ഏതാണ്? കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. പിന്നെയും പറയാൻ കുലില്ല, എന്താ പറയേണ്ടത്? അള്ളാഹുവാണ്.
ഷഹീദും ബൈനി വ ബൈനക്കും, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ അള്ളയാണ് സാക്ഷി. പിന്നെ പറയണെന്താ, വ ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ വഹി നൽകപ്പെട്ടത്? ഹാദൽ ഖുർആനു, ഈ ഖുർആൻ, ലി ഉന്ദിറക്കും ബിഹി, ലി ഉന്ദിറക്കും ബിഹി, ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ താക്കീത് നൽകാൻ വേണ്ടിയാണ് എന്നുള്ളത് എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. വമൻ ബലഗ, അത് പിന്നെ എത്തിച്ചേരുന്ന യാതൊരുവൻക്ക് വേണ്ടി. അപ്പോൾ ആർക്കാണോ അത് എത്തിച്ചേരുന്നത്, അഥവാ എല്ലാവർക്കും, ഖുർആൻ ഇറക്കപ്പെട്ട എല്ലാ പ്രബോധിത സമൂഹത്തിനും അത് അതുകൊണ്ട് താക്കീത് നൽകുക എന്നുള്ളതാണ് എൻ്റെ മേൽ ഉത്തരവാദിത്തമായിട്ടുള്ളത് എന്ന് റസൂലിനോട് പറയാൻ കൽപ്പിക്കുകയാണ്. അഇന്നക്കും ലതഷ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖറ. പിന്നെ ചോദിക്കണ കാര്യം നോക്കൂ, വളരെ ഗൗരവമുള്ളതാണല്ലോ. എന്നിട്ടും അള്ളാഹ്ക്കൊപ്പം വേറെ ആരാധ്യന്മാരുണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കാം, എങ്ങനെ നിങ്ങൾക്ക് പറ്റുക? അഇന്നക്കും ലതഷ്ഹദൂന, നിങ്ങൾ എന്നിട്ടും സാക്ഷ്യം വഹിക്കുകയാണോ? വല്ലാത്തൊരു ചോദ്യമാണത്. അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖറ, അള്ളാഹ്ക്ക് പുറമെ അള്ളാഹിൻ്റെ കൂടെ ആരാധ്യന്മാരെ, ഇലാഹ് എന്നുള്ളതിൻ്റെ ജം ആണ് ആലിഹത്ത് എന്നുള്ളത് വരാം. അങ്ങനെ ആരാധ്യന്മാർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. കുൽ ലാ അഷ്ഹദു, നബിയെ പറഞ്ഞു കൊടുക്കുക, ലാ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കൂല കേട്ടോ. കുൽ, പിന്നെയും നബിയോട് പറയാൻ കൽപ്പിക്കുകയാണ്. ഈ ആയത്തിൽ എത്ര കുൽന്നുണ്ട് നോക്കുങ്ങൾ, എത്ര സ്ഥലത്താണ്? 1, 2, 3, 4 സ്ഥലത്ത് കുൽ എന്നുള്ള വാചകമുണ്ട്. അത്രയും ഗൗരവമുണ്ട് ഇതിന്. ഇന്നമാ ഹുവ ഇലാഹും വാഹിദ്, തീർച്ചയായും അവൻ മാത്രം, ഏകനായ ആരാധ്യൻ അവൻ മാത്രമാണ്. വ ഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ നിരപരാധിയാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടി റസൂലിനോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാ സാക്ഷ്യം വഹിക്കുന്നത്? സത്യമാണ് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ്, അതിന് തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാക്ഷ്യം പറയണത്, അല്ലേ? ഏറ്റവും പ്രബലവും സ്വീകാര്യവുമായ സാക്ഷ്യം ആരതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാൻ്റെ സാക്ഷിയാണ്. എന്നാൽ അള്ളാൻ്റെ കിതാബ്, അള്ളാൻ്റെ കലാം, അതാണ് ഞങ്ങളോട് എന്ത് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ താക്കീത് നൽകുന്നത്. എനിക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്, അത് അള്ളാൻ്റെ വചനങ്ങളാണ്. അതാണ് നിങ്ങൾ സ്വീകരിച്ച മാർഗം തെറ്റാണ് എന്നുള്ളതിന് ഖുർആൻ സാക്ഷിയാണ്, അത് അള്ളാഹുവാണ് പറഞ്ഞത് എന്ന് പറയാണ്. അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗം ബഹുദൈവാരാധനയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രത്യേകമായി പരാമർശിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അവരെ. നിങ്ങളെ ചെയ്തികളിൽ എനിക്കൊരിഞ്ഞു ബാധ്യതയില്ല, ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കുകളോട് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം അതാണ്. ഇനി നോക്കൂ നിങ്ങൾ, പിന്നെ 20-ാമത്തെ ആയത്ത് നോക്കാം. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين خسروا أنفسهم فهم لا يؤمنون. الذين آتيناهم, യാതൊരു കൂട്ടർ, ആത്തൈനാഹും, നാം അവർക്ക് നൽകിയിട്ടുണ്ട്, നാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അൽ കിതാബ്, വേദഗ്രന്ഥത്തെ കിട്ടിയ കൂട്ടരുണ്ടല്ലോ. യഅരിഫൂനഹു, അവർ അതിനെ അറിയും. കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ പുത്രന്മാരറിയണ മാതിരി അവരറിയും, അവരുടെ മക്കളറിയണ പോലെ അവരറിയും. അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരെ തന്നെ നശിപ്പിച്ച ആൾക്കാരാണ്, അവരെ തന്നെ നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. ഫഹും ലാ യുഅ്മിനൂൻ, അതുകൊണ്ട് അവരിനി വിശ്വസിക്കാൻ പോണില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലാണ് ഒരു ഫലത്തിലേക്ക്, നമ്മൾ എന്ത് കാര്യത്തിലും ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സംഗതി വിജയിക്കുക. ഈ ലോകത്ത് നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, പടച്ചോനെ ആരാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. അതറിയാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമുള്ള കാര്യമാണത്. അത് നഷ്ടത്തിൻ്റെ വഴിയാണ്. അതാണ് അല്ലദീന ഖസിറു അൻഫുസഹും ഫഹും ലാ യുഅ്മിനൂൻ, വിശ്വസിച്ചിട്ടില്ല എന്നതാണ് അവരുടെ കാരണം. പിന്നെ ആ വിശ്വസിക്കാത്തതിൻ്റെ കാരണത്താൽ തന്നെ അവർ സ്വന്തത്തെ നശിപ്പിച്ചവരാണ്, അല്ലെങ്കിൽ സ്വന്തത്തെ നശിപ്പിച്ചതിൻ്റെ ഒരു റീസൺ ആയിട്ട് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞത്.
ഇപ്പോൾ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങളെയോ പ്രവാചകന്മാരെയോ ഒന്നും സംബന്ധിച്ച് അടുത്ത പരിചയങ്ങളൊന്നും ഇല്ലാത്തവരാണ് അവർ. വേദക്കാരുടെ സ്ഥിതി അതല്ലല്ലോ. എന്നിട്ടും തൗഹീദിൻ്റെ ദൗത്യം അവർ നിരസിക്കുകയാണ് ചെയ്തത്. അതാണ് 20-ാമത്തെ ആയത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സൂറത്തുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറയിലെ 146-ാമത്തെ ആയത്തിലൊക്കെ ആ ഭാഗങ്ങൾ നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ വിശ്വസിക്കാത്തത്, വേദം കിട്ടിയ ആൾക്കാർ വിശ്വസിക്കാത്തതിൻ്റെ, ശരിയായ വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടല്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള അറിവിനെ പറ്റി പറഞ്ഞത് കമാ യരിഫൂൻ അബ്നാഅഹും എന്നാണ്. അവരുടെ മക്കളറിയണ മാതിരി അറിയുന്ന. എന്നിട്ടും മുശ്രിക്കുകളെ പോലെ തന്നെ അവരും സ്വന്തം രക്ഷാമാർഗങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏതായിരുന്നാലും നമുക്ക് അടുത്ത ആയത്തിലേക്ക് നീങ്ങാം. 21-ാമത്തെ ആയത്ത്. ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. ومن أظلم ممن افترى. ആരാണ് അല്ലെങ്കിൽ ആരാ ഉള്ളത്, ഏറ്റവും അധികം അക്രമം ചെയ്തവൻ ആരാ ഉള്ളത്? മിമ്മനിഫ്തറ, കെട്ടിച്ചമച്ചവനേക്കാൾ. ആരമേൽ? അള്ളാൻ്റെ മേൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമച്ചവനേക്കാൾ ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ ആരാ ഉള്ളത്? എന്താ കെട്ടിച്ചമച്ചത്? കെദിബൻ, കളവിനെ. ഔ കദ്ദബ ബി ആയാത്തി, അല്ലെങ്കിൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കണ പണി. ഇപ്പണി ചെയ്യുന്നവനേക്കാൾ അലുലമായിട്ടുള്ള, അല്ലേ? അലുലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അക്രമം ചെയ്തവൻ ആരാ ഉള്ളത് എന്ന് പടച്ചോൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള വിഷയമാണ് അതൊക്കെ. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. ഒരിക്കലും ഇങ്ങനെ അക്രമികളായിട്ടുള്ള ആളുകൾ വിജയം പ്രാപിക്കൂല എന്നുള്ളതാണ്. ആരാണ് അക്രമികൾ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇന്ന ഷിർക്ക് ലദുൽമുൻ അലീം എന്ന് പറയുമ്പോൾ ഷിർക്ക് ആണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുമ്പോൾ ആ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ അക്രമികൾ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ക്രമം തൗഹീദാണ്. ആ തൗഹീദിന് വിപരീതമായ ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം. ആ നിലക്ക് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പങ്കാളികളായി ഒരാളുണ്ടാക്കാൻ പാടില്ല നമ്മൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അക്രമികൾ ലാ യുഫ്ലിഹു, അവർ വിജയിക്കൂല. ലാ യുഫ്ലിഹു ളാലിമൂൻ, അക്രമികൾ ഒരിക്കലും വിജയിക്കൂല. അപ്പോൾ ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ ആരുണ്ട്? വമൻ അളിലമു മിമ്മൻ, ഒരുവനേക്കാൾ, ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചവനേക്കാൾ എന്നുള്ളതാണ് പറയുന്നത്. ഔ കദ്ദബ ബി ആയാത്തി, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെയൊക്കെ കളവാക്കിയവനേക്കാൾ എന്ന് പറയാം. അതൊരുപാട് വിഷയങ്ങൾ അതിലേക്ക് കണക്റ്റായിട്ട് വരും. അപ്പോൾ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുക. അപ്പോൾ അള്ളാഹ്ക്ക് പുറമെ ആരാധ്യന്മാർ സ്വീകരിക്കുന്ന നടപടിയൊക്കെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. എനിവേ 22-ാമത്തെ ആയത്ത് നോക്കാം. വയൗമ നഹ്ശുറുഹും ജമീഅൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ അയ്ന ശുറകാഉകും അല്ലദീന കുൻതും തസ്ഉമൂൻ. വയൗമ നഹ്ശുറുഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതായ ദിവസം. അല്ലേ? ഹഷർ, മഹ്ഷർ എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുള്ള പദങ്ങളാണ്. നഹ്ഷുറു, നാം ഒരുമിച്ച് കൂട്ടുന്നു. നഹ്ഷുറുഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നു. അങ്ങനെയുള്ളതായ യൗം, ഒരു ദിവസം. ജമീഅൻ, മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നതായ ദിവസം. സുമ്മ നഖൂലു, പിന്നീട് നാം പറയും, ലില്ലദീന അശ്റകൂ, ഷിർക്ക് ചെയ്ത ആൾക്കാരോട്. അഷ്റഖൂ എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്ത, അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകൾ. എന്താ പറയാതെ ചോദിക്കുക? ഐന ശുറക്കാഉക്കും അല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള, നിങ്ങൾ പ്രത്യേകം കുൻതും തസ്ഉമൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രത്യേകം അങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പടച്ചവൻ അങ്ങനെ ഒരു ശരീക്കൊന്നുമില്ല, അള്ളാഹ്ക്ക് ഒരു പങ്കുകാരുമില്ല. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.
പക്ഷേ നിങ്ങൾ ജൽപ്പിച്ചു വന്നിരുന്നതായ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ ദുനിയാവിൽ നിന്ന് നിങ്ങൾ ആരാധിച്ചിരുന്നതായിട്ടുള്ള ശുറക്കാകളൊക്കെ എവിടെ പോയി? ശുറക്കാഉക്കും ഐന ശുറക്കാഉക്കും അല്ലേ? ഐന ശുറക്കാഉക്കും അല്ലദീന കുന്തും തസ്ഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരുന്നതായ നിങ്ങളുടെ പങ്കുകാരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കും. ഇതൊരു ഒന്നൊന്നര ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. മഹ്ശറിൽ വെച്ചിട്ടാണ് ഇത് ചോദിക്കണമെന്ന് ആലോചിക്കണം. അപ്പോൾ ഇഹത്തിൽ വെച്ച് അവരെ കൊണ്ടുണ്ടായ മുശ്രിക്കുകളെ കൊണ്ടുണ്ടായ കുഴപ്പം മുഴുവൻ എന്താണ്? സത്യനിഷേധവും ഷിർക്കൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഷിർക്കുകൾ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല പടച്ചോനെ എന്ന് കള്ളസത്യം ചെയ്യുമ്പോൾ അവരുടെ പിന്നെ എല്ലാ വിധത്തിലുള്ള കള്ളവും അവിടെ എന്ത് ചെയ്യാണ്? പൊളിയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുന്ന സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി അടവ് ന്യായങ്ങളൊക്കെ പറയുമ്പോഴേ അതൊന്നും അവിടെ നടക്കൂല. നിങ്ങൾ ഈ പങ്കു ചേർത്തവരൊക്കെ എവിടെ പോയടോ എന്ന് ചോദിക്കും. ഖുർആൻ വേറെയും പല സ്ഥലങ്ങളിൽ ഈ സമാനമായ ആശയങ്ങൾ നമുക്ക് മുമ്പിലേക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഷിർക്ക് ചെയ്യാൻ ഉണ്ടായിരുന്ന ധൈര്യമൊന്നും ഇപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. എവിടെ? മഹ്ശറിലെത്തുമ്പോൾ ഉണ്ടാവില്ല. ഈ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോകും അവർ. അതുകൊണ്ട് ആ ചോദ്യം അന്ന് നേരിടാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒരിക്കലും അക്രമികളായിട്ടുള്ള ആളുകൾക്ക് സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ലാ യുഫ്ലിഹ് അല്ലേ? ലാ യുഫ്ലിഹു അദ്വാലിമൂൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്, 21-ാമത്തെ ആയത്തിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ 22-ാമത്തെ ആയത്തും ചർച്ച ചെയ്തു. ഇനി 23-ാമത്തെ ആയത്ത് നോക്കൂ. ثم لم تكن فتنتهم إلا أن قالوا والله ربنا ما كنا مشركين. അവരുടെ ഒരു ന്യായം നോക്കൂ നിങ്ങൾ. സുമ്മ ലം തക്കുൻ ഫിത്നതുഹും, പിന്നെ അവരായിരിക്കൂല. ലം തക്കുൻ, തക്കൂനു എന്നുള്ളത് ലം എന്ന് വന്നപ്പോൾ അതിന് ജസ്മ ചെയ്തതാണ് തക്കുന്നായത്. ആയിട്ടില്ല, ആയിരുന്നിട്ടില്ല എന്നർത്ഥം. ഫിത്നതുഹും അവരുടെ കുഴപ്പം. ഇല്ലാ അൻകാലു അവർ പറയുന്നതല്ലാതെ. എന്താ പറയണത്? വല്ലാഹി അള്ളാനെ തന്നെയാണ് സത്യം. റബ്ബിന ഞങ്ങളുടെ റബ്ബായിട്ടുള്ള പടച്ചോനെ തന്നെയാണ് സത്യം. മാ കുന്ന ഞങ്ങളല്ലേ അല്ലൈനല്ലോ മുശ്രിക്കീൻ, ഞങ്ങൾ പങ്കു ചേർക്കുന്നവരൊന്നും ആയിരുന്നില്ല കേട്ടോ, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളൊന്നും ആയിരുന്നില്ല കേട്ടോ എന്ന് അവിടുന്ന് ഈ മുശ്രിക്കുകൾ പറയും. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് നമ്മൾ ഷിർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചോളണം, ഇതൊക്കെ നമ്മൾക്ക് താക്കീതായിട്ട് പടച്ചോൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു രക്ഷയുണ്ടാവില്ല. ചോദിക്കും, നിങ്ങളെ ഷിർക്ക് ചെയ്തവരൊക്കെ എവിടെയെന്ന് ചോദിക്കും. അപ്പോഴും ഇതിന് ഒരു മറുവാദമായിട്ട് പറയണത് ഞങ്ങൾ ഷിർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴാണ് 24-ാമത്തെ ആയത്തിൽ പടച്ചോൻ പറയുന്ന കാര്യം പ്രസക്തമാണത്. ഒന്നൂർ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നോക്ക്, അല്ലെങ്കിൽ നമ്മളോടൊക്കെ നോക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ആ ഒരു ചിന്ത അങ്ങോട്ട് തിരിക്കുകയാണ് പഠിച്ചത്. കൈഫ കദബു അലാ അൻഫുസിഹിം, അവരുടെ പേരിൽ തന്നെ, അവരുടെ മേൽ തന്നെ, അവരിൽ സ്വന്തത്തിൽ തന്നെ അവർ കളവ് പറഞ്ഞത് എങ്ങനെയെന്ന് നോക്ക്. കൈഫ എങ്ങനെയാണ് നോക്ക്. വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ എന്താണോ കെട്ടിച്ചമച്ചത് അത് അവരെ വിട്ട് മറഞ്ഞു പോകുന്നതാണ്. വല്ല അൻഹും മറഞ്ഞു പോകുന്നതാണ്, പേച്ചു പോകുന്നതാണ്. അൻഹും അവരെ തൊട്ട്, അവരിൽ നിന്ന്, മാക്കാനു അവരായിരുന്നത്, യഫ്തറൂൻ അവർ കെട്ടിച്ചമക്കുന്നതായ കാര്യങ്ങൾ ഒക്കെ അവരെ വിട്ട് പോകുന്നതാണ്. അഥവാ വായ കൊണ്ട് പറയുന്ന ആ കള്ളവാദത്തെ അവരുടെ സ്വന്തം കൈകാലുകളും മറ്റവയവങ്ങളൊക്കെ തന്നെ നിഷേധിച്ച് അവർക്കെതിരിൽ അന്ന് സാക്ഷി പറയുന്നതായിരിക്കും. നമുക്കറിയാലോ, സൂറത്ത് യാസീനിലൊക്കെ പറയുന്ന പോലെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ച കാര്യങ്ങളൊക്കെ, ദുനിയാവെന്നുള്ള കാര്യങ്ങളൊക്കെ നാവുകൊണ്ട് അവർക്ക് നാളെ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് കളവാക്കിയിട്ട് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന വലിയ രൂപത്തിലുള്ള വിചാരണയിൽ എല്ലാം അവരുടെ കൈകാലുകൾ സാക്ഷി പറയുന്ന, അതൊക്കെ സംസാരിക്കുന്നൊരു അവസ്ഥയിൽ കളവ് പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റൂല എന്നർത്ഥം.
അപ്പം അവർ ചെയ്ത ഷിർക്കിന് അത് ഏറ്റവും വലിയ പാപമാണ്. പടച്ചോൻ അച്ചട്ടം പറയുകയാണ്. 25-ാമത്തെ ആയത്ത് നോക്കുങ്ങൾ. വമിൻഹും മൻ യസ്തമിഉ ഇലൈക വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ حتى إذا جاءوك يجادلونك يقول الذين كفروا إن هذا إلا أساطير الأولين. വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട്. ആരാളുള്ളത്? മയസ്തമിഉ ഇലൈക, നിനക്ക് ചെവി തരുന്ന ആൾക്കാരുണ്ട്. മൻ ഒരുവൻ, യസ്തമിഉ ഇലൈക നിന്നിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുള്ള കേൾക്കലാണ്, ലിസണിങ് ആണ്, വെറും ഹിയറിംഗ് അല്ല. അത് സിമാ എന്നാണ് പറയുക. അപ്പോൾ സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു. യസ്തമിഉ അവർ അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഇലൈക നിന്നിലേക്ക്. വജഅൽനാ നാം എന്ത് ചെയ്തിട്ടുണ്ട്? ഏർപ്പെടുത്തിയിട്ടുണ്ട്. അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളുടെ മേൽ അക്കിന്നത്തൻ എന്താണ് ആക്കിയിട്ടുള്ളത്? മൂടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. നാം അവരുടെ ഹൃദയങ്ങളുടെ മേൽ മൂടികൾ വെച്ചിട്ടുണ്ട്. അയ്യഫ്കഹു അവരതിനെ ഗ്രഹിക്കുന്നതിൽ നിന്ന്, അവരതിനെ ഗ്രഹിക്കാൻ തടസ്സമായിട്ടുള്ളൊരു മൂടി നാം വെച്ചിട്ടുണ്ട്. വഫിയാദാനിഹിം അവരുടെ കാതുകളിലുണ്ട്. വക്രൻ ഒരു കട്ടിയുണ്ട്, ഒരു തരം ഭാരം അവരുടെ കാതുകൾക്കുണ്ട്. വഇയറൗ അവർ കണ്ടാൽ പോലും, കുല്ല ആയത്തിൻ എല്ലാ ദൃഷ്ടാന്തം അവർ കണ്ടാലും, ലാ യുഅ്മിനു ബിഹാ അവർ അതിലൊന്നും വിശ്വസിക്കൂല. ഹത്താ ഇദാ ജാഊക അങ്ങനെ അവർ നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, യുജാദിലൂനക്ക അവർ നിന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കും. അല്ലേ? ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നു എന്നർത്ഥം. യുജാദിലൂനക്ക നിന്നോടവർ തർക്കിക്കും. യഖൂലു അവൻ പറയും, അല്ലദീന കഫറു ആര്? അവിശ്വസിച്ചവരായിട്ടുള്ള ഓരോരുത്തരും പറയും, ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ ഇത് പൂർവീകന്മാരുടെ അവ്വലീൻകളുടെ അസാത്തീറാണ്, പുരാണ കഥകളാണ്, ഇതിഹാസങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ അവരുടെ ഒരു ധിക്കാരത്തിൻ്റെ ഒരു ശൈലിയാണ് പറഞ്ഞത്. അപ്പോൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ചില ആൾക്കാരെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. എന്താ ഇവിടെ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉപദേശം നൽകുമ്പോഴൊക്കെ അവർ വന്ന് അതിലേക്ക് ചെവി കൊടുക്കും. സത്യം ഗ്രഹിക്കണമെന്നോ കാര്യം മനസ്സിലാക്കണമെന്നൊന്നും അല്ല അവരുടെ ഉദ്ദേശം. അതിൽ നിന്ന് തർക്കത്തിനുള്ള പഴുതുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും കേട്ടാലും അവരുടെ ദുർവാശി കൊണ്ട് അവരതൊന്നും കണക്കിലെടുക്കൂല. എന്തെങ്കിലും പഴുതൊക്കെ കാണുമ്പോൾ കുത്തിത്തിരിപ്പിനും കുതർക്കത്തിനും മുതിര എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ നടപടി. എന്നിട്ടോ ലാസ്റ്റ് ഒരു ഡയലോഗും, ഇതൊക്കെ പഴങ്കഥയല്ലടാ, ഇതൊക്കെ വല്ല പുരാണ കഥകളും അല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങോട്ട് വിടുക. അപ്പോൾ ഇതാണ് അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും, നാളെയുടെ ലോകത്ത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ വജഅൽനാ ഖുലൂബിഹിം അക്കിന്ന എന്ന് പറഞ്ഞല്ലോ, ഹൃദയങ്ങൾക്ക് മേൽ ചില മൂടികൾ വെക്കും, കാതുകളിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യും, ആദാനിഹിം വക്ര എന്നൊക്കെ പറഞ്ഞില്ലേ, ഭാരം ഏർപ്പെടുത്തുന്നൊക്കെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? സത്യം ഗ്രഹിക്കാനും കേട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടും ശ്രമിച്ചിട്ടും അതിനനുവദിക്കാതെ അള്ള തടസ്സം ഉണ്ടാക്കി എന്നല്ല കേട്ടോ. മറിച്ച് സാഹചര്യങ്ങൾ വേണ്ടത്ര ഉണ്ടായിട്ടും പ്രോത്സാഹനങ്ങൾ കൊടുത്തിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ വാശിയും കാർക്കശ്യവും മത്സരബുദ്ധിയും ഒക്കെ കൈമുതലാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമായി അവർക്ക് സത്യം ഗ്രഹിക്കാതെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വിലയിരുത്താൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 26-ാമത്തെ ആയത്തിൽ എന്താ പറയണത്? വഹും യൻഹൗന അൻഹു വയൻഔന അൻഹു വഇൻ യുഹ്ലികൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവരതിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരെ ഒക്കെ വിരോധിക്കും. വഹും യൻഹൗന അൻഹു അവരതിനെ തൊട്ട് മറ്റുള്ളവരെന്ത് ചെയ്യും? വിലക്കും. വയൻഔന അൻഹു രണ്ടും വാക്കുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ ഹംസയാണ് പറഞ്ഞത്. യൻഔന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അകന്നു പോകും, ദൂരത്തിലേക്ക് ആയിപ്പോകും. അവർ അതിൽ നിന്ന് ആൾക്കാർ അതിൽ നിന്ന് വിലക്കുകയും അവർ ദൂരത്തിലേക്ക് പോവുകയും ചെയ്യും. വഇൻ യുഹ്ലികൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യഥാർത്ഥത്തിൽ അവർ തങ്ങളെ തന്നെ അല്ലാതെ നാശത്തിലാക്കുന്നില്ല. ഈ യുഹ്ലികൂന ഇല്ലാ അൻഫുസഹും
വമായ ഷുറൂൻ. പക്ഷെ അവർക്ക് ആ ഒരു വിചാരമൊന്നും ആ ഒരു വികാരമൊന്നും അല്ലെങ്കിൽ ആ ഒരു തോന്നലൊന്നും ബോധമൊന്നും അവർക്ക് വരൂല എന്നാണ് അവിടെ ഖുർആൻ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് മറ്റു പല സന്ദർഭങ്ങളിലും പരാമർശിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അത് കേൾക്കാനും അനുസരിക്കാനും തയ്യാറില്ലാതെ അന്ധരും മൂകരുമായി കഴിയുന്ന ആൾക്കാരെ പറ്റിയിട്ട് സൂറ അൻഫാലിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ വേറെ പല ആയത്തുകളും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ വിലയിരുത്താൻ കഴിയുന്നതാണ്. കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകൾ അടുത്ത ക്ലസ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.